ശ്രീ രാജു പി നായർ, ഒന്നാമത്തെ കാര്യം യു ഡി എഫിന് ആത്മാർത്ഥമായി ആഹ്ലാദിക്കാനും ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാനും കരുത്തു പകരുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം 2010 യു ഡി എഫിനുണ്ടായിരുന്ന വിജയത്തെ മറികടക്കുന്ന ഒരു മഹാവിജയമാണ് ഇക്കുറി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തോടുകൂടി സംഭവിച്ചിരിക്കുന്നത്. അവിടെ പലതരത്തിലുള്ള വിമർശനങ്ങളും പലതരത്തിലുള്ള വെല്ലുവിളികളും പലതരത്തിലുള്ള ആരോപണങ്ങളും ആക്രമണങ്ങളുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിലൊന്നായിരുന്നു വർഗീയ ശക്തികളുമായുള്ള കൂട്ടുകെട്ട് എന്നത്. ഈ വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം, അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമുണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധികൾ, അങ്ങനെ യു ഡി എഫിൻ്റെ അടിത്തറ തകർന്നുവെന്നും യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ലാതാകും എന്നുമൊക്കെ ഉള്ള രാഷ്ട്രീയ കണക്ക് കൂട്ടലുകളെ പാടെ തെറ്റിച്ചുകൊണ്ടാണ് വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ ഞാൻ ഒരു അല്പം അതിര് കടന്ന് പറഞ്ഞാൽ യു ഡി എഫ് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയം നിങ്ങൾക്ക് ഇത്തവണ ഉണ്ടായിരിക്കുന്നു. ഏതൊക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് യു ഡി എഫിന് അനുകൂലമായി മാറിയത്? പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ നേരിട്ട ഈ തെരഞ്ഞെടുപ്പിലെ പാഠങ്ങൾ എന്ന നിലയിൽ എന്തൊക്കെയാണ് യു ഡി എഫ് മനസ്സിലാക്കുന്നത്? ഗോപികൃഷ്ണൻ, ആദ്യമായിട്ട് ഞങ്ങൾ സമീപകാലത്തൊന്നും ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ചെയ്യാത്ത മുന്നൊരുക്ക പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് വയനാട്ടിൽ ചേർന്ന ക്യാമ്പ് വെച്ച് മിഷൻ 2025 എന്നൊരു പ്രവർത്തന പദ്ധതി ഉണ്ടാക്കി. ഹൈക്കമാൻഡ് കെ സി വേണുഗോപാലും ശ്രീ ദീപദാസ് മുൻഷി ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിൻ്റെ ചുമതല ഏറ്റെടുത്ത് കേരളത്തിൽ മുഴുവൻ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഏറ്റവും സംഘടിതമായി നടപ്പാക്കുക എന്നുള്ള കാര്യം ഞങ്ങൾ തുടങ്ങും. ഞങ്ങൾ 100% പൂർണ്ണതയോടെ അത് ചെയ്തു എന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. പക്ഷേ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ വോട്ടുകൾ ചേർത്ത്, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നമ്മുടെ വാർഡ് കമ്മിറ്റികളില്ലാത്തടത്ത് വാർഡ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ച്, അതുപോലെ തന്നെ നമ്മൾ ഭരണപക്ഷത്തുള്ളിടത്ത് വികസന രേഖയും പ്രതിപക്ഷത്തിരിക്കുന്നിടത്ത് കുറ്റപത്രം ഉണ്ടാക്കി, മഹാത്മാഗാന്ധി കുടുംബസംഗമങ്ങൾ നടത്തി, പദയാത്രകൾ നടത്തി, അങ്ങനെ വലിയ രീതിയിലുള്ളൊരു സംഘടനാ പ്രവർത്തനം എല്ലാം ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം ആദ്യമേ തന്നെ ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. രണ്ടാമത്തെ കാര്യം കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. സാധാരണക്കാരായ മനുഷ്യർ ഇവർ പറയുന്ന കണക്കുകൾക്കെല്ലാം അപ്പുറം ജീവിത യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവരാണ്. ഈ രാജ്യത്തെ ഏറ്റവും ഉയർന്ന വിലക്കയറ്റം 6 മാസമായിട്ട് തുടർന്നു പോകുന്നൊരു സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ സാധാരണക്കാരായ മനുഷ്യർക്ക് ആശുപത്രികളിൽ ചെന്നാൽ ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്. അവസാനം വീടും എല്ലാം പണയം വെച്ച് ചില ആൾക്കാർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെല്ലാം ദുരിതം അനുഭവിക്കുന്ന ജനത ഇവിടെ ഉണ്ടായിരുന്നു. സർജറിക്ക് പോകണമെങ്കിൽ നൂലും പഞ്ഞിയും മേടിച്ച് പോകേണ്ട അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചത് ഈ പിണറായി വിജയൻ്റെ സർക്കാരാണ്. താലൂക്ക് ആശുപത്രികൾ മുതൽ താഴേക്കുള്ളിടത്തെല്ലാം സ്തംഭനാവസ്ഥയിലായ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലായ കാലമാണ് കഴിഞ്ഞുകൂടിപ്പോയത്. അതുകൂടാതെ കെട്ടിട നികുതി, ഭൂനികുതി, വെള്ളക്കരം, ഇലക്ട്രിസിറ്റി ചാർജ് മുതൽ പറയേണ്ട എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം, ഈവൻ ടാക്സി പെർമിറ്റിൻ്റെ ഫീ വരെ കൂട്ടുന്ന രീതിയിൽ എന്തെല്ലാം കൂടുതലായിട്ട് ജനത്തെ ദ്രോഹിക്കുന്ന രീതിയിൽ പണം പിഴിയാവോ അതെല്ലാം പിഴിഞ്ഞതാണ്. അതുകൂടാതെ CPM വലിയ രീതിയിലുള്ള ഒരു പ്രചണ്ഡമായ പ്രചരണം ഇവിടെ നടത്തി. അവർ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചു. ഇപ്പോൾ ശ്രീ റഹീം പറഞ്ഞല്ലോ, പണമില്ലായിരുന്നു, ഞങ്ങൾ പ്രവർത്തകർ, അതൊന്നും അല്ല വസ്തുത. നമുക്കറിയാലോ, 2 പ്രാവശ്യം അധികാരത്തിലില്ലാത്ത, കേന്ദ്രത്തിൽ അധികാരത്തിലില്ലാത്തൊരു പാർട്ടി അനുഭവിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും അല്ല നടത്തിയത്. എന്നു മാത്രമല്ല, ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അവർ പരമാവധി ചെയ്തു. എന്താ, അവർ എല്ലാ സ്ഥലങ്ങളിലും അവരവരുടെ സർക്കാരിൻ്റെ പണമെടുത്ത്, പഞ്ചായത്തുകളുടെ പണമെടുത്ത് അവർ വികസന രേഖ, വികസനത്തിനെ സംബന്ധിച്ചുണ്ടാക്കി, ഇല്ലാത്ത വികസനത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു. പക്ഷെ ഇതൊക്കെ ഇവർ കൊട്ടിഘോഷിക്കുമ്പോഴും സാധാരണക്കാരായ മനുഷ്യർക്ക് ഏറ്റവും താഴെക്കിടയിൽ അവർക്ക് ലഭിക്കേണ്ട റോഡുകൾ ഉൾപ്പെടെ, വെള്ളം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, വികസനം ഒന്നുമില്ലാതെ കഴിഞ്ഞു പോയതാണ് എന്നുള്ളത് മനസ്സിലായി. അരവയറുമായിട്ട് ഇത്രമാത്രം വലിയ ജനവിരുദ്ധ നയങ്ങൾ ജീവിക്കേണ്ട മനുഷ്യന് അഭിമാനിക്കാൻ ഒന്നു മാത്രമേ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി 1,10,00,000 രൂപയുടെ കാറിൽ യാത്ര ചെയ്യും എന്നുള്ളത് അഭിമാനമായി കാണാൻ വേണ്ടി അതുമാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. പക്ഷേ അവർ മനസ്സിലാക്കി അതല്ല അഭിമാനം, മറിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന അവകാശങ്ങൾ, അത് ഞങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ മേടിച്ച് ജീവിക്കുന്നതാണ്, അന്തസ്സോടെ ജീവിക്കുന്നതാണ് അഭിമാനം എന്ന് അവർ തീരുമാനിച്ചു. ഇപ്പോൾ റഹീം ഇവിടെ വന്ന് വളരെ നല്ല രീതിയിൽ ഇന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ CPM മനോഗതി അതല്ല എന്ന് MM മണി ഇന്ന് തെളിയിച്ചല്ലോ. ഈ 6 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ
ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്ന BJPയുടെ നയം നടപ്പിലാക്കാൻ ശ്രമിച്ചതല്ലേ ബീഹാറിലൊക്കെ നടപ്പാക്കിയത്. അത് നടപ്പാക്കി കഴിഞ്ഞപ്പോൾ ജനത്തിന് ഇതിൻ്റെ കാപട്യം മനസ്സിലായി. അവരുടേതായ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ ഇന്ന് റഹീം ഇവിടെ നിന്ന് വോട്ട് ചെയ്തവർ ഞങ്ങൾ സമര പോരാട്ടവും എല്ലാം പറയുന്നു. പക്ഷേ നന്ദികെട്ട ജനം എന്നല്ലേ MM മണി പറഞ്ഞത്? ഈ എല്ലാം മേടിച്ച് തിന്നിട്ട് നല്ല ഒന്നാന്തരമായിട്ട് ശാപ്പാടടിച്ചിട്ട് നന്ദി കെട്ടവർ അപ്പുറത്ത് പോയി കുത്തി എന്നല്ലേ പറഞ്ഞത്. CPMന്റെ സമീപനം ഇന്ന് ചർച്ചയിൽ പറയുന്നതല്ല, ഇതായിരുന്നു സമീപനം. ഇതെല്ലാം ഔദാര്യമാണെന്നും ചങ്ങളെന്തോ ചെയ്താണെന്നൊക്കെ ഉള്ള ഒരു ധാരണയുണ്ട്. ആത്മാഭിമാനമില്ലാത്ത മനുഷ്യരെ സൃഷ്ടിച്ച 9.5 വർഷത്തെ ഭരണമായിരുന്നു. അതിൽ ആ ആത്മാഭിമാനമാണ് വലുത് എന്ന് ജനങ്ങൾ തീരുമാനിച്ചപ്പോൾ അവർക്ക് കോൺഗ്രസിനെ പിന്തുണയ്ക്കുക, UDFനെ പിന്തുണയ്ക്കുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള എത്ര തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു. CPM എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇവർ മനസ്സിലാക്കാന്നറിയാമോ? തൃക്കാക്കരയിൽ ഇവർ പറഞ്ഞു തുടങ്ങിയാണ് SDPയും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞു. പുതുപ്പള്ളി പോലും അത് പറഞ്ഞു. പാലക്കാട് 3ാമത്തെ റൗണ്ടിൽ BJPയുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് ഞങ്ങൾ വിജയത്തിലേക്ക് പോകുമ്പോഴും പറഞ്ഞു SDPയും ജമാഅത്തെ ഇസ്ലാമി. നിലമ്പൂർ ഇത് പറഞ്ഞു. ഇവിടെ എല്ലാം പോയി പരാജയപ്പെടുകയാണ്. എന്നിട്ട് വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ വർഗീയത അല്ലെങ്കിൽ ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയതയെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണിയാണ് ഇവിടെ ചെയ്തത്. വെള്ളാപ്പള്ളി നടേശനെ ഉൾപ്പെടെ പൈലറ്റായിട്ട് നിലമ്പൂർ വിട്ടുകൊണ്ട് ഇസ്ലാം മതത്തിനെ ഭീകരവാദികളുടെ മതമാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ഇവർ നടത്തിയ ശ്രമങ്ങളുണ്ട്. അപ്പം കഴിഞ്ഞ കാലങ്ങളിൽ BJPയോട് പോരാടാൻ CPM ഉള്ളൂ എന്ന് ഇവരുണ്ടാക്കിയ പ്രചരണത്തിൽ വിശ്വസിച്ചു പോയ കുറേ മനുഷ്യർ യാഥാർത്ഥ്യം ഇന്ന് RSSന്റെ പാദസേവകനായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു. PM ശ്രീ പദ്ധതിയുടെ ലേബർ കോഡിലൂടെ ADGP അജിത് കുമാറിന്റെ നിയമനത്തിലൂടെ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതെല്ലാം ഇവിടെ RSSന്റെ പാദസേവ ചെയ്യുന്ന പിണറായി വിജയനായി മാറിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹം മുഴുവൻ ഒരു കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ CPMനെ പിന്തുണച്ച അവർ ഭൂരിപക്ഷവും ന്യൂനപക്ഷ സമുദായവും മതേതരമായി ചിന്തിക്കുന്നവർ ഇത്തവണ UDFിലേക്ക് മാറി ചിന്തിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ ഇവർ നടത്തിയിട്ടുള്ള അഴിമതിയും കൊള്ളയുമെല്ലാം ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ശബരിമലയിൽ ഇവരുടെ 2 ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ചതിന് ജയിലിൽ കിടക്കുകയാണ്. ഇവരെത്രമാത്രം മൂടി വെക്കാൻ നടക്കുമോ? എന്നിട്ട് ആ ആളെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കാത്തവർ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഈ പരാതി ഇല്ലാത്തപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കോൺഗ്രസിനെ ധാർമ്മികതയുടെ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലേ? ഈ പത്മകുമാർ ജയിലിൽ കിടക്കുന്നതും മുകേഷ് ഇന്ന് ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ട് നിൽക്കുന്നതും ഇപ്പോൾ PT കുഞ്ഞുമുഹമ്മദിനുള്ള എതിരെയുള്ള പരാതി മുക്കി വെച്ചിരിക്കുന്നതും എല്ലാം ജനങ്ങൾക്ക് അറിയാവുന്നതല്ലേ? അപ്പം ഇവർ എന്താണോ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നത് അതിന് വിരുദ്ധമായിട്ടുള്ള പ്രചരണം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിൽ കോൺഗ്രസിനെ സഹായിക്കുന്ന രീതിയിലേക്ക് പോയി. പല സ്ഥലങ്ങളിലും BJPയുടെ വിജയത്തിന് കാരണമായി ഈ CPM മാറി എന്നുള്ളതാണ്. അതവർ കുറേ കാലമായിട്ട് ഈ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം അവർ ധരിച്ചത് അവർക്ക് ഗുണമായി മാറുമെന്നാണ്. പക്ഷേ അല്ല, അത് നേരെ BJPയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. BJPക്ക് കേരളത്തിൽ മുഴുവൻ പല പഞ്ചായത്തുകളിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ടാക്കി. തിരുവനന്തപുരത്ത് അവർ ജയിക്കുന്ന സാഹചര്യമുണ്ടാക്കി. അപ്പോൾ BJPക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്ത ഒരു പാർട്ടിയായി CPM മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു മിക്സ് ഓഫ് കാര്യങ്ങളാണ്. അതിൽ സത്യം പറഞ്ഞാൽ എന്തെല്ലാം പരാജയപ്പെടാനുള്ള ഘടകങ്ങളുണ്ടോ അതെല്ലാം കഴിഞ്ഞ ഏകദേശം 6 മാസത്തെ അല്ലെങ്കിൽ 1 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ പ്രചരണത്തിലെല്ലാം ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത രീതിയിലേക്ക് ഈ പൊയ്ക്കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവർ പ്രചരണം നടത്താൻ ശ്രമിച്ചപ്പോൾ യാഥാർത്ഥ്യബോധമുള്ള ജനങ്ങൾ വളരെ കൃത്യമായിട്ട് അവരുടെ തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. അതാണ് ശരി. ശ്രീ രാജു പിന്നാർ, ഞാൻ ശ്രീ PR ശിവശങ്കറിലേക്ക് പോട്ടെ. അതിനിടയ്ക്ക് ഒരു വാർത്ത വരുന്നുണ്ട്. ഇനിയുള്ള 4 മാസം 5 മാസമുള്ള കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന പിണറായി വിജയൻ കാവൽ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് സ്വയം തിരിച്ചറിയണം. കാവൽ മുഖ്യമന്ത്രിയുടെ രീതിക്ക് മുന്നോട്ട് പോയാൽ ഇനിയും BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ സാധിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.